ഓം നമ ശിവായ. നാം ഇന്ന് പറയുന്നത് ജ്യോതിഷത്തിൻ്റെ 14-ാമത്തെ വീഡിയോയെക്കുറിച്ചാണ്. ആ 14-ാമത്തെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഓരോ ദിശാസന്ധിയിലും വരുന്ന മാറ്റങ്ങൾ എങ്ങനെയാണ്, ഓരോ ദിശാസന്ധിയിലും ദിശാനാഥൻ്റെ അപഹാര കാലഘട്ടം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കേതുർ ദശ, അശ്വതി മകം മൂലം കേതു 7 വർഷമെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. ആ കേതുർ ദശാകാലത്ത് എല്ലാ അപഹാര കാലഘട്ടം ആരുടെയൊക്കെയാണ്? അത് എല്ലാ 9 നക്ഷത്രങ്ങളും 9 രാശികളും വരുന്നുണ്ട്. അതിൽ ആദ്യമേ കേതുവിൻ്റെ അപഹാര കാലഘട്ടമാണ്. കേതുവിൻ്റെ അപഹാര കാലഘട്ടം എന്ന് പറയുന്നത് കേതു 7 വർഷമാണ്. അപ്പോൾ 7 × 7 7 × 7 49. 49 എന്ന് പറയുമ്പോൾ 4 9 നമ്മൾ മാറ്റുക, 9നെ 3 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ 27 ദിവസം എന്ന് കിട്ടി. അതിന് 4 12-ൽ കുറവായത് കൊണ്ട് 4 മാസം, 0 വർഷം 4 മാസം 27 ദിവസം. അതുപോലെ തന്നെ ശുക്രൻ്റേത് 20 വർഷമാണ്. ശുക്രൻ്റേത് 20 വർഷം, 20 × 7 140. 14 0 മാറ്റുക, 0നെ 3 കൊണ്ട് ഗുണിക്കുക, 0നെ 3 കൊണ്ട് ഗുണിച്ചാൽ 0 തന്നെ. 14 12-ൽ കൂടുതലായതുകൊണ്ട് 14നെ 12 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 1 വർഷം 2 മാസം 0 ദിവസം എന്ന് കിട്ടി. ഇനി അടുത്തത് ആദിത്യനാണ്. ആദിത്യൻ്റെ ദിശാസന്ധി എന്ന് പറയുന്നത് ദിശാകാലം 6 വർഷമാണ്. കേതുർ ദശയിൽ ആദിത്യൻ്റെ ദിശാകാലം 7 × 6 7 6 42. 4 2 എന്ന് മാറ്റുക, അതിന് 2നെ 3 കൊണ്ട് ഗുണിക്കുക, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 6 എന്ന് കിട്ടി. 6 ദിവസം. അപ്പോൾ 12-ൽ കുറവായത് കൊണ്ട് 4 മാസമാക്കി എടുക്കുക, അപ്പം 0 വർഷം 4 മാസം 6 ദിവസം എന്ന് കിട്ടി. ഇനി ചൊവ്വായുടേത്, അപ്പോൾ 7 × 7 7 വർഷം ആണ് ചൊവ്വായുടെ ദിശാകാലം. അപ്പോൾ കേതുവിൽ ചൊവ്വയുടെ ദിശാകാലം എന്ന് പറയുന്നത് 7 × 7 49. 49നെ നമ്മൾ 4 9 മാറ്റുക, അപ്പോൾ 9നെ 3 കൊണ്ട് ഹരിക്കുക, അപ്പോൾ 9 3 27 ദിവസം എന്ന് കിട്ടി. 12-ൽ കുറവായത് കൊണ്ട് 4നെ 4 മാസം എടുക്കുക, അപ്പോൾ നമുക്ക് 4 മാസം 27 ദിവസം 0 വർഷം എന്ന് നമുക്ക് കിട്ടുന്നു. ഇനി നമുക്ക് അപ്പോൾ ഇത്രയുമാണ് അതിൻ്റെ ദിശാസന്ധിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് 4-ാം ഭാവത്തെക്കുറിച്ചാണ് പറയുന്നത്. മാതാ സുഖത് മാതുല ഭാഗിനേയോ ക്ഷേത്രം സുഖം വാഹനമാസനം ച ലാളിത്യമംബ ശയനം ച വൃത്തി പാശാദികം ജന്മഗൃഹം ചതുർത്ഥാൽ. അതായത് 4-ാം ഭാവത്തിനെക്കുറിച്ച് പറയുമ്പോൾ മാതാ സുഖത് മാതുല ഭാഗിനേയ, മാതാവ്, ബന്ധുക്കൾ, അമ്മാവൻ, മരുമകൻ തുടങ്ങിയവരെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ക്ഷേത്രം സുഖം വാഹനമാസനം ച, ക്ഷേത്രം, അതുപോലെ തന്നെ വാഹനം, അതുപോലെ തന്നെ ഇരിപ്പിടം, വെള്ളം തുടങ്ങിയവയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി ലാളിത്യമംബ ശയനം ച വൃത്തി, ലാളിത്യം, അതുപോലെ തന്നെ ശയനോപകരണങ്ങൾ, കൂടാതെ കൊണ്ട് തന്നെ അഭിവൃത്തി, പശു മുതലായവയെക്കുറിച്ച് പറയുന്നു. പാശാദികം ജന്മഗൃഹം ചതുർത്ഥാൾ, ജന്മഗൃഹം തുടങ്ങിയവയെല്ലാം തന്നെ 4-ാം ഭാവം കൊണ്ടാണ് പറയുന്നത്. ഇനി നമ്മൾക്ക് മിഥുനക്കൂറിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് മകരം അര, തിരുവാതിര, പുണർദം മുക്കാൽ, ഇതാണ് മിഥുനക്കൂറ്. ആ മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള സ്വഭാവക്കാരായിരിക്കും. അതിൽ മുഖ്യമായിട്ടും വിരുദ്ധ സ്വഭാവമുള്ളവരായിരിക്കും. അതുപോലെ തന്നെ ചേർച്ചയില്ലായ്മയായിരിക്കും. അവർക്ക് എതിർത്ത് അവർക്ക് തൃപ്തിയല്ല എന്ന് തോന്നുന്നതിനെ എതിർക്കും. കലാപരമായി കഴിവുള്ളവരായിരിക്കും. എന്നാൽ ആ കലാപരമായിട്ടുള്ള കഴിവുകളെ നിലനിർത്തി കൊണ്ടുപോകണമെന്നും താല്പര്യമില്ലാത്തവരുമുണ്ട്. ഇനി പ്രേമബന്ധങ്ങളിൽ വിടുവാൻ സാധ്യതയുള്ളവരാണ്. അതുപോലെ തന്നെ സാഹിത്യവാസനയുള്ളവരായിരിക്കും. ഇതാണ് ആ മിഥുനക്കൂറിനെ കുറിച്ച് പറയുന്നത്. ആ മിഥുനക്കൂർ എന്ന് പറയുമ്പോൾ ഇത് നമ്മൾക്ക് വളരെയധികം
അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒരുപാട് ദോഷങ്ങളും ഗുണങ്ങളുമുള്ള സമയങ്ങൾ കഴിഞ്ഞു പോയി. 10ാം ഭാവത്തിൽ ശനിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഒരല്പം ദോഷമുണ്ട് മാർച്ച് വരെ. അതുകൂടാതെ കൊണ്ട് തന്നെ പിന്നെ നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് അവർക്കെല്ലാം തന്നെ നല്ല പ്രാപ്തിയുള്ളവരായിരിക്കും മിഥുനക്കൂറുകാർ. കൂടാതെ നല്ല കഴിവുള്ളവരായിരിക്കും. യാത്ര ചെയ്യാൻ സാധ്യത കൂടുതലുള്ളവരായിരിക്കും. ഇത്രയുമാണ് ഇത് പറയുന്നത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കാരണം സബ്സ്ക്രൈബേഴ്സ് നമ്മൾക്ക് വളരെയധികം കുറവാണ് കാണിക്കുന്നത്. എല്ലാവരും കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് എല്ലാവർക്കും മടിയാണ്. ഒരു പക്ഷേ ഇതിൻ്റെ പോരായ്മയായിരിക്കാം. എന്നാലും പോരായ്മ ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഏകദേശം പറയുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മൾ കമൻറ്റ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനുമെല്ലാം താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.